തൊടുപുഴ ബിജു കൊലക്കേസ് പ്രതികളെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തിച്ചു. ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളി ജോമോൻ, മുഹമ്മദ് അസ്ലാം, ജോമിൻ എന്നിവരാണ് പ്രതികൾ. മൂവരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെ ബിജുവും ജോമോനും തമ്മിലുള്ള കരാർ വ്യവസ്ഥകൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട തൊടുപുഴ കോലാനി സ്വദേശി ബിജു ജോസഫിനെ വാഹനമിടിപ്പിച്ച് വീഴ്ത്തിയ സ്ഥലം, തട്ടിക്കൊണ്ടുപോയ കോലാനി പഞ്ചവടിപ്പാലത്തെ വീടിന് സമീപം പെട്രോൾ പമ്പ് തുടങ്ങിയ സ്ഥലത്തായിരുന്നു ആദ്യ തെളിവെടുപ്പ്. അറസ്റ്റിലായ കൊട്ടേഷൻ സംഘത്തിലെ ജോമിനെ സ്ഥലത്തെത്തിച്ച് ബിജു ജോസഫിനെ വാഹനത്തിലേക്ക് പിടിച്ചുകയറ്റിയ രീതിയും മറ്റും പോലീസ് ചോദിച്ചറിഞ്ഞു. 3 ദിവസത്തെ ആസൂത്രണത്തിനൊടുവിൽ 5-ാം ദിവസമാണ് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതി ജോമിൻ പോലീസിനോട് പറഞ്ഞു. ഇതിനായി എല്ലാ ദിവസവും പ്രദേശത്ത് ബിജുവിന്റെ നീക്കം നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. കേറ്ററിംഗ് സ്ഥാപന ഉടമയും മുഖ്യ പ്രതിയുമായ ജോമോൻ നൽകിയ കൊട്ടേഷന് പുറമെ കൊല്ലപ്പെട്ട ബിജു ജോസഫിൽ നിന്നും കിട്ടാനുള്ള 1 ലക്ഷം രൂപ തരാത്തതിന്റെ വിരോധവും തനിക്കുണ്ടായിരുന്നതായി പ്രതി ജോമിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടെ ബിജുവും ജോമോനും തമ്മിലുള്ള കരാർ വ്യവസ്ഥകളും പുറത്തുവന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-നാണ് ഉപ്പുതല പോലീസിന്റെ മധ്യസ്ഥതയിൽ ഇവർ കരാറിലേർപ്പെട്ടത്. വ്യവസ്ഥകൾ പ്രകാരം ബിജു ജോമോന് ടെമ്പോ ട്രാവലർ, ആംബുലൻസ്, മൊബൈൽ ഫ്രീസർ എന്നിവ ഉൾപ്പെടെ കൈമാറാൻ ധാരണയുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ കരാർ പാലിക്കണമെന്നും വ്യവസ്ഥയിലുണ്ടായിരുന്നു. ഇത് പാലിക്കാത്തതിനെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തിൽ സഹായം തേടിയെന്നാണ് ജോമോൻ നൽകിയ മൊഴി. അതേസമയം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.